എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കോവളം കാണാൻ പോയപ്പോൾ കണ്ട കാഴ്ചകളെക്കുറിച്ചുള്ളൊരു വിവരണമാണെന്ന്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുമല്ലോ. ഞങ്ങൾക്കൊരു ദിവസം തിരുവനന്തപുരം പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ തലേദിവസത്തെ റിസർവേഷനൊക്കെ കിട്ടി ട്രെയിനിലാണ് പോയത്. രാവിലെ പുലർച്ചയ്ക്ക് 5 മണിയോടുകൂടി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ കുറേ സമയം വെറുതെ അവിടെ ഞങ്ങൾ പോകേണ്ടത് സ്ഥലത്തെ 10 മണിക്ക് മാത്രമേ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഇനി അത്രയും സമയം 5 മണി മുതൽ 10 മണി വരെ എങ്ങനെ തള്ളി നീക്കും എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് കോവളം ബീച്ച് ഇവിടെ അടുത്തല്ലേ, ബീച്ചിൽ പോയ ഒരു റിലാക്സേഷനൊക്കെയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിന് ആ ഒരു തിരമാലകളൊക്കെ കാണുമ്പോഴുള്ളൊരു സന്തോഷം. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ വിചാരിച്ചു, എന്നാൽ നമുക്കൊന്ന് കോവളം ബീച്ച് വരെ പോയിട്ട് വരാം, അപ്പോഴേക്കേ സമയമാവുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ കോവളം ബീച്ചിലേക്ക് പുറപ്പെട്ടു. ഒരു ബസ്സിനാണ് പോയത്. അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ദൂരം മാത്രമേ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടുള്ളൂ. ഒരു അരമണിക്കൂർ സമയം കൊണ്ട് നമുക്കവിടെ എത്താൻ കഴിയും. അപ്പോൾ വിചാരിച്ചു, എന്നാൽ കോവളം ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെയാണ് ബസ്സിൽ ആദ്യമായിട്ട് ഇങ്ങനെ കോവളം ബീച്ച് കാണാൻ വേണ്ടി പോയത്. അങ്ങനെ ഒരു 7:30 സമയമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ കോവളത്തെത്തി. അവിടുത്തെ ഒരു തിരമാലകളുടെ ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അത്രയും ഒരു ഭംഗിയിലാണ് ആ ഒരു തിരമാലകളും അവിടുത്തെ വെള്ളവും കടലിൻ്റെ സൗന്ദര്യം ഒരു വല്ലാത്ത ഭംഗിയാണ്. നമ്മൾ കുറേ കടപ്പുറങ്ങളിലെല്ലാം പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു നല്ല ബ്ലൂ കളറിൽ സീ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. കുറേ സമയം അവിടെ നിന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ആ തിരമാലകൾ വരുന്നതും പോകുന്നതും അതിൻ്റെ ഒരു സൗണ്ടും, തിരമാല വരുന്നതിൻ്റെ കടലിൻ്റെ സൗണ്ടെല്ലാം കേട്ട് കുറേ സമയം, ഏകദേശം ഒരു 9 മണി വരെ ഞങ്ങളവിടെ ചിലവഴിച്ചു. രാവിലെ നേരം ആയതുകൊണ്ട് ആ ഒരു കടലിൻ്റെ ഭംഗിയും സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെതും ഒരു പ്രത്യേക തരം അനുഭൂതി തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഇതുവരെ ബീച്ചിലൊന്നും പോയിട്ടില്ല. നമ്മളെപ്പോഴും ബീച്ചിൽ പോകുക എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ് സാധാരണ പോകാറുള്ളത്. പക്ഷേ അവിടെ ഈ ഒരു സമയം നമുക്ക് കിട്ടിയത് കൊണ്ട് എന്നാൽ പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ആ ഒരു ഉദിച്ച് വരുന്ന സൂര്യനും ആ തിരമാലകളും പ്രത്യേക അനുഭൂതി തന്നെയായിരുന്നു. രാവിലെ പോയപ്പോൾ തന്നെ കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ഇത്രയും മാത്രം ആളുകൾ അവിടെ ഒരു ബീച്ച് കാണാൻ ഇത്ര നേരത്തെ അവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. കുറേ പേര് കടലിൽ കളിച്ചും, പിന്നെ കുറേ ഫോറിനേഴ്സ് അവിടെ കുറേ ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അത്രയും ദൂരം അവരിങ്ങനെ മോർണിംഗ് വാക്കിനായിട്ട് അവിടെ കുറേ സമയം ചിലവഴിക്കുന്നതും, അവരവിടെ സൺബാത്തും കടലിൽ ഇറങ്ങിയുള്ള കുളിയും ആയുർവേദ മസാജിങ്ങുമൊക്കെ ആയി അവരവരുടെ കൾച്ചറായിട്ട് അങ്ങനെ ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അറബിക്കടലിൻ്റെ മനോഹരമായ തീരവും നീലാകാശവും ചേർന്നുണ്ടാകുന്ന ഒരു കാഴ്ച ആണ് ഇവിടുത്തെ മെയിൻ ആകർഷണീയം. കോവളം 3 പ്രധാനപ്പെട്ട ബീച്ചുകൾ കൊണ്ടാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ഒന്ന് ലൈറ്റ് ഹൗസ് ബീച്ച്, ഹൗവ ബീച്ച്, സമുദ്ര ബീച്ച്. ലൈറ്റ് ഹൗസ് ബീച്ച് സന്ദർശകർക്ക് വളരെ പ്രിയപ്പെട്ടവും ഫോട്ടോകൾക്ക് മികച്ച പശ്ചാത്തലവുമാണ് കിട്ടുന്നത്. എല്ലാവരും നമ്മളെല്ലാം പോയി ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് അവിടെ ലൈറ്റ് ഹൗസ് കാണാറുണ്ട്. അതാണ് കോവളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണീയം. ഇവിടെ കയാക്കിംഗ്, സർഫിംഗ്, ബോട്ട് റൈഡിംഗ് എന്നിവയും ഈ കോവളം ബീച്ചിലുണ്ടായിരുന്നു അന്ന്. ഇതിൽ സർഫിംഗ് ചെയ്യാനായി പരിചയമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് സർഫിംഗ് ചെയ്യാനായി അവിടെ ട്രെയിനർമാരുടെ സൗകര്യം കൂടി ലഭ്യമായിരുന്നു. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള ഒരു സമയത്താണ് കോവളം ബീച്ച് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം.
സുഖമുള്ള കാറ്റും ചെറിയ വെയിലുമായിട്ട് രാവിലത്തെ സമയം ബീച്ച് കാണാൻ ഏറ്റവും നല്ലൊരു സമയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.